കേരളത്തിൽ ജില്ലകളുടെ എണ്ണം കൂടും. നിലവിൽ 14 ജില്ലകളുള്ള നമ്മുടെ കേരള സംസ്ഥാനം കൂടുതൽ ജില്ലകളായി വിഭജിക്കും. അതെ, നെയ്യാറ്റിൻകരയ്ക്ക് ശേഷം ഇപ്പോൾ മൂവാറ്റുപുഴയും ജില്ലയായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം പല വശങ്ങളിൽ നിന്ന് ഉയരുന്നുണ്ട്. എറണാകുളം ജില്ലയുടെ ഉപഗ്രഹ നഗരമായ മൂവാറ്റുപുഴയുടേതടക്കമുള്ള സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ കിഴക്കൻ മലയോര മേഖലകളെ ഉൾപ്പെടുത്തി ജില്ല രൂപീകരിക്കണം. ഇത് മൂവാറ്റുപുഴ നഗരസഭാ കൗൺസിൽ യോഗം പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ഇടുക്കി, കോട്ടയം, എറണാകുളം ജില്ലകളിലെ ചില ഭാഗങ്ങൾ ചേർത്ത് മൂവാറ്റുപുഴ കേന്ദ്രമായി ജില്ല രൂപീകരിക്കുക എന്ന ആവശ്യത്തിന് 4 ദശാബ്ദത്തോളം പഴക്കമുണ്ട്. 1984 രൂപീകരിച്ച കാസർഗോഡിന് ശേഷം സംസ്ഥാനത്ത് മറ്റൊരു ജില്ല പിറവിയെടുത്തിട്ടില്ല. ഇനിയൊരു ജില്ല വരുന്നെങ്കിൽ അത് മൂവാറ്റുപുഴ കേന്ദ്രീകരിച്ചാകുമെന്ന് 1982 പത്തനംതിട്ട ജില്ലാ രൂപീകരണ വേളയിൽ പറഞ്ഞിരുന്നു. ഇതിനുവേണ്ടി നിയോഗിച്ച ഡോക്ടർ ബാബു പോൾ അധ്യക്ഷനായ സമിതി വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിന്മേൽ കാര്യമായ തുടർ നടപടി ഉണ്ടായില്ല. ജോസഫ് വാഴക്കൽ മൂവാറ്റുപുഴ MLA ആയിരിക്കെ ഈ വിഷയത്തിൽ നിയമസഭയിൽ സ്വകാര്യ ബിൽ അവതരിപ്പിച്ചിരുന്നു. എറണാകുളം ജില്ലയിലെ MLA-മാർ ഇതിനോട് യോജിക്കുകയും ചെയ്തു. ജില്ലാ അടിസ്ഥാനത്തിലാണ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഫണ്ട് ലഭിക്കുക എന്നതിനാൽ പുതിയ ജില്ല രൂപീകരിക്കുന്നതിലൂടെ മേഖലയിലെ വികസന പ്രവർത്തനങ്ങൾക്ക് ഉണർവുണ്ടാകുമെന്നതാണ് നേട്ടം. എറണാകുളം ജില്ലയുടെ പ്രവർത്തനങ്ങൾ കൊച്ചിയിലും സമീപ പ്രദേശങ്ങളിലും കേന്ദ്രമായിട്ടാണ് നടക്കുന്നത്. എന്നാൽ കിഴക്കൻ മേഖലയിലേക്ക് വേണ്ടത്ര വികസന പ്രവർത്തനങ്ങൾ എത്തുന്നില്ല എന്ന വിമർശനത്തിനും പുതിയ ജില്ല രൂപീകരണത്തിലൂടെ അറുതി വരും. ഈ സാഹചര്യത്തിൽ മൂവാറ്റുപുഴ കേന്ദ്രമായി പുതിയ ജില്ല രൂപീകരിക്കണമെന്ന് പ്രമേയത്തിലൂടെ നഗരസഭാ ചെയർമാൻ PP എൽദോസ് ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴയുടേതടക്കം സമഗ്ര വികസനം ഉറപ്പുവരുത്താൻ കിഴക്കൻ മലയോര മേഖലകളെ ഉൾപ്പെടുത്തി മൂവാറ്റുപുഴ ജില്ല രൂപീകരിക്കണമെന്നത് ജനകീയ ആവശ്യമാണെന്നും ചെയർമാൻ പറഞ്ഞു. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപീകരിക്കപ്പെട്ട ജില്ലയാണ് കാസർഗോഡ്. 1984 മെയ് 24 കാസർഗോഡ് ജില്ലാ രൂപീകരണം പ്രഖ്യാപിക്കപ്പെട്ടത്. അതുവരെ കണ്ണൂർ ജില്ലയുടെ ഭാഗമായിരുന്ന മഞ്ചേശ്വരം, കാസർഗോഡ്, ഹൊസ്ദുർഗ്, വെള്ളരിക്കുണ്ട് എന്നീ 4 താലൂക്കുകൾ ചേർത്താണ് കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടത്. കാസർഗോഡ് ജില്ല രൂപീകരിക്കപ്പെട്ടതിന് ശേഷം സംസ്ഥാനത്ത് പുതുതായി മറ്റൊരു ജില്ലയെന്ന ആവശ്യം ഇടക്കാലത്തെ അത്ര ശക്തമായിരുന്നില്ല. എന്നാൽ ഇപ്പോഴിതാ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുതിയ ജില്ലകൾക്ക് വേണ്ടിയുള്ള അവകാശവാദങ്ങൾ ശക്തമായിരിക്കുകയാണ്. അതിന് പ്രദേശങ്ങളിലെ ജനപ്രതിനിധികളും ഈ ആവശ്യത്തിന്റെ മുൻനിരയിലുണ്ടെന്നതാണ് ശ്രദ്ധേയം. തിരുവനന്തപുരം വിഭജിച്ച കേരളത്തിലെ 15ാമത്തെ ജില്ലയായി നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ച് പുതിയ ജില്ല രൂപീകരിക്കണമെന്ന ആവശ്യം നേരത്തെ തന്നെ ഉയർന്നു വന്നിട്ടുള്ളതാണ്. വിഴിഞ്ഞം തുറമുഖം പ്രവർത്തന സജ്ജമായതോടെ തങ്ങളുടെ ആവശ്യം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ. സ്ഥലം MLA-യും CPM നേതാവുമായ ആൻസലൻ ഉൾപ്പെടെയുള്ളവരാണ് നെയ്യാറ്റിൻകര ജില്ലാ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിലുള്ളത്. ജില്ലാ രൂപീകരണ ആവശ്യവുമായി 500,000 പേർ ഒപ്പിട്ട ഹർജി മുഖ്യമന്ത്രി പിണറായി വിജയന് സമർപ്പിക്കുകയും ചെയ്തു. ഹർജി സമർപ്പിച്ചപ്പോൾ ജില്ലാ രൂപീകരണത്തിന് അനുകൂലമായ സമീപനമെന്ന രീതിയിലാണ് സർക്കാർ പ്രതികരിച്ചതെന്ന് നെയ്യാറ്റിൻകര ജില്ലാ രൂപീകരണ സമിതി ചെയർമാൻ G. ബാലകൃഷ്ണപിള്ള അവകാശപ്പെടുകയും ചെയ്യുന്നു. നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളുടെ ഭാഗങ്ങൾ ചേർത്തുകൊണ്ട് വേണം പുതിയ ജില്ല എന്നതാണ് ആവശ്യം. സംസ്ഥാനത്ത് ഏറ്റവും കുറഞ്ഞ പ്രതിശീർഷ വരുമാനമുള്ള ജനങ്ങൾ അധിവസിക്കുന്നത് നെയ്യാറ്റിൻകര, കാട്ടാക്കട താലൂക്കുകളിലാണ്. ഇതിന് മാറ്റം വേണമെങ്കിൽ പുതിയ ജില്ല രൂപീകരിക്കണമെന്നതാണ് ആവശ്യം. അവികസിത മേഖലകളുടെ വികസനത്തിന് ജില്ലാ രൂപീകരണം ഉപകരിക്കും. തമിഴ്നാടും തെലങ്കാനയും കർണാടകയും അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ പുതിയ ജില്ലാ രൂപീകരണം ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും വികസനത്തിനും സഹായകരമായിട്ടുണ്ടെന്നും നെയ്യാറ്റിൻകര ജില്ലാ പ്രക്ഷോഭവാദികൾ അഭിപ്രായപ്പെട്ടു.